നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പ്രാർത്ഥമായ സ്വാഗതം. നിങ്ങൾ ടെലിപ്പതിയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻപേ അറിയാനുള്ള ഒരു സിദ്ധി. അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമ അയ്യർ ദി ഗ്രേറ്റിൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ മുൻപേ പ്രവചിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ കാണുക, ഇന്നതൊക്കെ സംഭവിക്കാൻ പോണ് എന്ന് പറയുക, നേരത്തെ കൂട്ടി പറയുക. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ സിനിമയിൽ മാത്രമാണോ അങ്ങനെയൊക്കെ ഉള്ളത്? ഈ ബാബ വാങ്ങെ നമുക്കറിയാം പല കാര്യങ്ങളും പ്രവചിച്ചു കുറെ ഒരു 80% നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് വാദിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അത് വിശ്വസിച്ച് പോകും എന്നുള്ളതാണ്. സ്റ്റിൽ എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നൊരു തലത്തിലേക്കാണ് ഈ ഒരു സംഭവം കാണുന്നത്. അതായത് ഞാനിന്ന് ഇൻസ്റ്റയിൽ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു ചെറിയൊരു പോസ്റ്റ് കണ്ടു. ഈ പോസ്റ്റ് ഇങ്ങനെയാണ്, അത് ഇട്ടിരിക്കുന്നത് RV മായ 007 എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പോസ്റ്റ് ഇങ്ങനെയാണ്: ഈ അപകടം കൃത്യമായി മുൻകൂട്ടി കണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടും ആരും ശ്രദ്ധിച്ചില്ല. 7K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പോസ്റ്റ് കണ്ട് കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചേനെ. തീരാ നഷ്ടം, ആദരാഞ്ജലികൾ പ്രിയ സഹോദരങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. ഇത് നമുക്കറിയാമല്ലോ, നമ്മുടെ വാൽപ്പാറ അപകടത്തിൽ, ഇന്നലെ നടന്ന വാൽപ്പാറ അപകടത്തിൽ നമുക്കറിയാം ഏതാണ്ട് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അറിഞ്ഞത് ഏതാണ്ട് 9ഓളം ആൾക്കാർ മരിച്ചു, 16-17 പേര് അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഈ പെൺകുട്ടി നേരത്തെ പ്രവചിച്ചു എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായത്. ഓക്കെ, അതിനകത്ത് കമന്റ് സെക്ഷനൊക്കെ നോക്കിയാൽ ഒരുപാട് പോസിറ്റീവ് കമന്റുകൾ കണ്ടു. ശരിയാണ് ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരുടെ ഈ പറയുന്ന ഇൻസ്റ്റയിലേക്ക് പോയി. പോയപ്പോൾ അതിനകത്ത് ഈ പോസ്റ്റുമായിട്ട് അനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അതായത് നടക്കാൻ പോകുന്ന ചില ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടു പറയാനുള്ള പ്രീ കൺജങ്ഷൻ ടെലിപ്പതി ചെറിയ കാര്യമല്ല. ആ കാണുന്ന കാര്യത്തിനെ തടഞ്ഞു നിർത്താൻ എനിക്ക് കഴിയുന്നില്ല, പക്ഷെ അതിന് തീവ്രത കുറയ്ക്കാൻ എനിക്ക് സാധിക്കും. തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് വേണമെങ്കിൽ തീവ്രത കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 17 പേർ, അതിൽ 3 കുട്ടികൾ എന്നത് കുറിക്കാൻ പറ്റിയ, അതായത് ഈ പെൺകുട്ടി കൃത്യമായിട്ട് കുറിച്ചു എന്ന് പറയുന്നത് 16 പേര് മരിക്കും, അതിൽ 3 കുട്ടികൾ എന്നത് കുറിക്കാൻ പറ്റിയ 8 പേരും കുറിക്കാൻ പറ്റി 8 പേരും ഒരു കുട്ടിയും എന്നത് ആക്കിയത് ഒരു പക്ഷേ ഇപ്പൊ 8 പേരും ഒരു കുട്ടിയാണ്, പക്ഷെ വേണമെങ്കിൽ 16 പേര് ആവാം, കാരണം ബാക്കിയുള്ളവരെ സീരീസിലാണ്. മനസ്സിലായോ? സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് പ്രയോഗിച്ചാവാം, എനിക്കറിയത്തില്ല. ഇതുപോലുള്ള ദുരന്തങ്ങളിൽ കൂടുതൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക, എന്റെ പോസ്റ്റുകൾ നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ആ പെൺകുട്ടി ഇട്ട പോസ്റ്റാണ് ഞാൻ ഇവിടെ വെക്കുന്നത് എന്ന്. അതായത് ഈ പെൺകുട്ടി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഈ പെൺകുട്ടിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നു, ഇതൊരു വാട്സപ്പിലാണ്. അതായത് ഇതാണ് പോസ്റ്റ്: വലിയൊരു അപകടം, അതായത് ബസ് കൊക്കയിൽ താഴ്ചയിൽ മറിഞ്ഞു 3 കുട്ടികളടക്കം 16 പേരോളം ഈ അവധികാലത്ത് മരിക്കുന്നതായി കാണുന്നു. പോകുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഇട്ട പോസ്റ്റാണ്. അത് ഇട്ട പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ വാട്സപ്പിന്റെ ഈ ഒരു മെസ്സേജ്, വാട്സപ്പിൽ ആ കുട്ടിയുടെ എന്താണ് ഈ പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ടെലിപ്പതി എന്തോന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ പുള്ളി ഇട്ട ആ ഒരു മെസ്സേജിനെ എടുത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് 7 ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. 7 ദിവസം മുമ്പ് വലിയൊരു അപകടം, അതായത് ബസ് കൊക്കയിൽ താഴ്ചയിൽ മറിഞ്ഞ് 3 കുട്ടികളടക്കം 16 പേരോളം മരിക്കുമെന്നൊരു ഈ പെൺകുട്ടി 7 ദിവസം മുമ്പ് ഇട്ട പോസ്റ്റ്. ഇന്നലെയാണ് സംഭവം നടന്നത്, അല്ലെങ്കിൽ മെനിഞ്ഞാന്ന്. 7 ദിവസം മുമ്പ് ഈ പെൺകുട്ടി ഇതെങ്ങനെ ഇട്ടത് എന്നുള്ളതാണ്. അതിന്റെ ബാക്കിയായിട്ട് ഇപ്പൊ ഇത് നോക്കിയോ, ഇതിനകത്ത് കുറച്ചുപേര് ചോദിക്കുന്നുണ്ട്, ആ വാട്സപ്പിനകത്ത് ചോദിക്കുന്നുണ്ട് ഏത് ഏരിയയിലാണ്, ഈ ഒരു പോസ്റ്റിന്റെ ഇടയിൽ ഏത് ഏരിയയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആരും ചോദിക്കും. പെൺകുട്ടി പറയുന്നത് കേരളത്തിൽ നിന്ന്, ഇതൊക്കെ പിന്നീട് 5 ദിവസം മുമ്പിട്ടതാണ്, കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടോ വരുന്നതായി മനസ്സിലാക്കുന്നത്. കേരളത്തിലോ നിന്ന് മറ്റു സംസ്ഥാനം, തമിഴ്നാട്, കേരളം എന്നിങ്ങനെയാക്കാം. ഞാൻ മാക്സിമം നോക്കി, പക്ഷെ ഏരിയ കാണാം, സ്ഥലം ഏതെന്ന് ഒരു രൂപവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി പോസ്റ്റ് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അതിനെക്കാട്ടി മറ്റൊരു സംഭവം, ഈ പെൺകുട്ടി അടുത്ത പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്: ഈ അപകടം ടെലിപ്പതിയായി കണ്ടതുപോലെ അപകടത്തിൽപ്പെട്ട വണ്ടിയുടെയും എന്റെ വണ്ടിയുടെയും നമ്പർ ഒരുപോലെയായത് ഞാൻ അതിന്റെ തീവ്രത കുറയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിധിയെ വെല്ലുവിളിച്ചത് എനിക്കുള്ള വാർണിംഗ് സിഗ്നൽ കൂടിയാണ്. അതായത് ഈ പെൺകുട്ടി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബസ്സിന്റെ നമ്പർ 7288 അപകടപ്പെട്ട ബസ്. ഈ പെൺകുട്ടിയുടെ
ആ വണ്ടി നമ്പറും അത് തന്നെയാണ്, 7288 എന്നുള്ളതാണ്. ഇതാണ് ഈ പെൺകുട്ടിയുടെ ഈ ഒരു പോസ്റ്റ്. ഇത് എനിക്കൊന്ന് ഇൻസ്റ്റയിൽ നിന്ന് നമുക്ക് ഇതുപോലെ, ഞാൻ ആദ്യം ഇത് വല്ല എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻസ്റ്റയിലേക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് കയറ്റാൻ പോകുന്നത്? ഡേറ്റ് ഒന്നും അങ്ങനെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കുംഭമേളയെ കുറിച്ച് ഈ പെൺകുട്ടി ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ജനുവരി 18 തന്നെ ഇങ്ങനെ ഒരു പ്രവചനം നടത്തി. ഇപ്രാവശ്യത്തെ മഹാകുംഭമേള വലിയൊരു ആപത്തായി മാറും, ഒരുപാട് ആൾക്കാർ അപകടത്തിൽ പെട്ടു മരിക്കും, ഈ അപകടം പ്രീ പ്ലാൻഡ് ആണ്, മാക്സിമം ആൾക്കാരെ അവിടെ എത്തിച്ച് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാനാണ് ഉദ്ദേശം എന്ന് ഈ കുട്ടിയുടെ ടെലിപ്പതിയിൽ വന്നത്. അതായത് കുംഭമേള, എനിക്ക് തോന്നുന്നു കുംഭമേള ഞാൻ ഇവിടെ എഴുതി, കുംഭമേള നടന്നത് ജനുവരി 29 ഈ പറയുന്ന കുംഭമേളയിൽ ആ ഒരു സംഭവം നടന്നത്, ആ ഒരു ദുരന്തം നടന്നത്. ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്നത് ജനുവരി 18 ഈ പെൺകുട്ടി ജനുവരി 18 ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയും ഉണ്ട്, തീർന്നില്ല, ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ പെൺകുട്ടി വീണ്ടും വേറെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാനത് വായിക്കാം. നമ്മുടെ വയനാട് ദുരന്തത്തെ കുറിച്ച് ഈ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം മഴ ഒരു ദുരന്തമായി മാറും, 500-ലധികം ആൾക്കാർക്ക് ജീവനും പരിക്കും പറ്റാനുള്ള വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും കാണുന്നു. മണ്ണിടിയിൽ നിന്നുള്ള കരച്ചിലും വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന നിലവിളികളും എല്ലാം കാണുന്നു. വലിയ നാശം വരുന്നതാണ് അനുഭവം. ടെലിപ്പതി അങ്ങനെ വരാതിരിക്കാൻ വന്നാൽ അതിന്റെ തീവ്രത കുറയ്ക്കാൻ എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന മെയ് 31 ഈ പെൺകുട്ടി ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മെയ് 31 ഇൻസ്റ്റയിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റാണ്. ഇനി എന്നാണ് നമ്മുടെ ഈ പിന്നീട് നമ്മുടെ വയനാട് ആ ഒരു ഡിസാസ്റ്റർ നടന്നത്? ജൂലൈ 30. അതായത് മെയ് 31 ഈ പെൺകുട്ടി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ സംഭവം നടന്നത് എന്നാണ്? ഈ സംഭവം നടന്നത് ജൂലൈ, മെയ്, ജൂൺ, ജൂലൈയിലാണ്, ജൂലൈ 30 ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ഈ ഒരു പെൺകുട്ടി ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കണോ, ഈ പറയുന്നത് ഇത് എഴുതിത്തള്ളണോ, ഇത് എന്തെങ്കിലും ഉടായ്പാണോ എന്നൊന്നും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ രീതിയിലാണ് ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്. ഞാൻ ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റയിലേക്ക് പോയി നോക്കിയായിരുന്നു. നമുക്ക് ഇൻസ്റ്റ ഒന്ന് കാണാം. ഇതാണ് പെൺകുട്ടിയുടെ ഇൻസ്റ്റ ID, PV മായ. ഞാനിത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇത് ആദ്യം നോക്കിയാൽ ഇവരും 7K ആയിരുന്നു, 7 സംതിങ് ആയിരുന്നു പെൺകുട്ടിയുടെ. ഞാൻ അത് വേണേൽ സൈഡ് വെച്ച് തരാം. ഞാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് 7 സംതിങ് ആണ്. ഇപ്പം കൊണ്ടത് ഏതാണ്ട് 11,000 ഫോളോവേഴ്സ്. ഇപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ ബയോയിൽ പുള്ളി എഴുതിയത് മൈജി ഫ്ലവേഴ്സ് 1 കോടി ഫെയിം, മൈജി ഫ്ലവേഴ്സിന്റെ എന്തോ അവിടെ വന്ന് ഒരു ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ. അതായത് ഈ പ്രേതങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെ ഞാൻ കുറെ വീഡിയോസ് കണ്ടു, പ്രേതങ്ങളെ കുറിച്ചും അതൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് ഈ പെൺകുട്ടിയുടെ പരിപാടി എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് കുറെ കണ്ട വലിയൊരു അപകടം, അതായത് ബസ് ഒക്കെ ആഴ്ച പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനമാണ്, ശ്രദ്ധിക്കുക പ്ലീസ് എന്നുള്ള സാധനം. ശ്രീനന്ദയുടെ കേസ് 6 ദിവസം മുമ്പ് തെളിപ്പ് നേരെ നോക്കിയത് ഒരുപക്ഷെ ഇത് ആ ഒരു സംഭവമാണ്. അങ്ങനെ ഇതിനകത്ത് വേറെയും ഉണ്ട് കേട്ടോ, വേറെയും കുറെ സംഭവങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് ഈ പെൺകുട്ടി ഇതുപോലെ ഓരോ പ്രവചനം എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് ഇത് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും ഇൻസ്റ്റയിലൊന്നും ഈ പറയുന്ന നമുക്ക് എഡിറ്റ് ചെയ്ത് വേറെ പോസ്റ്റൊന്നും ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ദുരന്തങ്ങൾ ഇത്ര കറക്റ്റ് എണ്ണം വെച്ച് ഈ പറയുന്ന എന്താണ് തമിഴ്നാടോ കേരളമോ അങ്ങനെ എന്തൊക്കെയായിരിക്കും ഇത്രയും കുട്ടികൾ ഉണ്ടാവും, ഇത്രയും 16 കുട്ടികൾ മരിക്കും എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണോ പോസ്റ്റ്? നോക്കിട്ട് നോക്കി നിങ്ങൾ ഇതിനകത്ത് കയറി നോക്കിയാൽ മതി കേട്ടോ. ഞാൻ കുറെ നോക്കില്ല, ഒരുപാട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് പോസ്റ്റുകൾ ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പല ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് കുംഭമേളയുടെ കേസ് ഇട്ടിട്ടുണ്ട്. കുംഭമേള വളരെ കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്നു. ഈ പറയുന്ന വയനാട് ദുരന്തം വളരെ കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്നു. ഈ പറയുന്ന ബസ് അപകടം അതും 7 ദിവസം നിന്ന് വളരെ കൃത്യമായിട്ട് എണ്ണമടക്കം 16-3 എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിനകത്ത് 16 മുതിർന്നവരും 3 കുട്ടികളും. അത് കറക്റ്റ് അല്ലേ? മൊത്തം 17 പേരെന്തോ ആയിരുന്നു എന്നാണ് ഇപ്പം പറയുന്നത്. 16-17 ആണ്. അതില് ഈ പറയുന്ന ഇപ്പോൾ 9-10 ആൾക്കാരെന്തോ മരിച്ചു. ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ്.
ചിലപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന ആ ഒരു പിന്നീട് ആ ഒരു പിന്നെ ഫിഗറിലേക്ക് ചിലപ്പം എക്സാക്ട്ലി ആ ഒരു ഫിഗറിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. ഈ പെൺകുട്ടി പറയുന്നുണ്ട് എന്താണ് നമുക്കിത് എന്താണ് തടയാൻ പറ്റത്തില്ല, ഇത് ഇങ്ങനെ ഒരു തോന്നലാണ്, നമുക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തീവ്രത കുറയ്ക്കാൻ പറ്റും. പെൺകുട്ടി പറയുന്നതിൽ പല പിന്നെ ഏതോ ഒരു നോക്കണം, നിങ്ങൾ അതിനകത്ത് കയറി അറിയാൻ പറ്റും, ഏതോ ഒരു കേരളം കത്താൻ പോകുന്നു അങ്ങനെ പറഞ്ഞൊരു പ്രവചനം നടത്തിയതിനു ശേഷം ട്രെയിനിൽ തീ കത്തിയ സംഭവം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞെട്ടിക്കുന്ന വാങ്കയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവചനമാണ് ഈ പെൺകുട്ടി നടത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ നമുക്കൊരു കേസ് കൂടി പറയാം. ഇതിനകത്ത് ഈ പെൺകുട്ടി വേറൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ പറയാം, ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ പെൺകുട്ടി വേറൊരിതൊക്കെ നമ്മുടെ മലയാളി യുവതി കുടയ്ക്ക് ട്രെക്കിങ്ങിനിടെ കാണാതായ അവളുടെ ശരണ്യ എന്നോണല്ലോ പെൺകുട്ടിയുടെ പേര്. ഈ കുട്ടി അപ്പൊ അതിനകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ കുട്ടി ഒരു മരത്തിന് മുകളിൽ ഒരു പാറക്കെട്ടിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെ ആണെങ്കിലും ഡേഞ്ചർ കണ്ടീഷൻ ആകാൻ സാധ്യതയുണ്ട്. ടെലിപതിയായി കിട്ടിയ കമന്റ് ആണെന്നോ ആണ്, ശരിയായിരിക്കാം അല്ലായിരിക്കാം, എന്തായാലും സേഫായി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് വന്നിട്ട് April 5 ഇട്ടിരിക്കുന്നത്. 5 ഏപ്രിൽ 5 5 ഈ പറയുന്ന ശരണ്യെ ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് അന്ന് തന്നെയാണ്. ഈ പോസ്റ്റ് എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. രണ്ടും ഒരേ ദിവസമാണ്. ഇതിന് മുമ്പ് എന്തെങ്കിലും ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു സാധനം ഇട്ടിരുന്നോന്നും എനിക്കറിയത്തില്ല. ഇതേ സംഭവം ആളും ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് സത്യം ഞാൻ കണ്ടടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതിലൊന്നും വലുതായിട്ട് വിശ്വസിക്കുന്ന ഒരാളല്ല. പക്ഷേ പോസ്റ്റ് വഴി കാണുമ്പോൾ ഇൻസ്റ്റയിൽ നിന്നും ഇങ്ങനെ നമുക്ക് എഡിറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ആരെങ്കിലും എൻ്റെ പറഞ്ഞത്? ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ ഇതിനകത്ത് കാണിക്കാൻ പറ്റുമോ? ഉടായ്പ അല്ലെങ്കിൽ സത്യം പറഞ്ഞു ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കമന്റുകൾ വളരെയായിട്ട് അങ്ങോട്ട് ആരും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. കുറച്ച് കമന്റുകളേ ഉള്ളൂ. ചില കമന്റുകളൊക്കെ അവരൊക്കെ വണ്ടടിച്ചു എന്ന് പറഞ്ഞതില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടടിച്ചുകൊണ്ട് കുറെ അധികമായി കമന്റുകൾ എന്ത് വരുന്നില്ല എന്നുള്ളത് വലിയ സംശയമാണ്. പക്ഷേ എൻ്റെ അറിവിൽ ഇൻസ്റ്റയിലൊന്നും അങ്ങനെ എഡിറ്റ് ചെയ്തൊന്നും സാധനങ്ങൾ ഇടാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടടിച്ചത് ഈ ഒരു സാധനമാണ്. ഇത് ഈ 16/3 എന്ന് പറയുന്ന കണക്കില്ലേ, അത് 7 ദിവസം 2 ദിവസമേ ആയിട്ടുള്ളൂ. 7 ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടതാണ്. ആ ഒരു പോസ്റ്റ് കൃത്യമായിട്ട് ആ ഡേറ്റ് ഉൾപ്പെടെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യും. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ആ ഒരു പ്രൊഫൈലിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ പറയും ഇതിൽ എന്തെങ്കിലും ഉടായ്പുണ്ടോ? എനിക്കറിയത്തില്ല, എനിക്കിത് ഉടായ്പായിട്ട് തോന്നുന്നില്ല. ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള സിദ്ധികൾ ഉണ്ടാവും, കിട്ടുമായിരിക്കാം. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. എന്താണ് സത്യം എന്നുള്ളത് പുറത്ത് കൊണ്ടുവരാം. നമുക്ക് വിടുകണം. ചെയ്യും.